എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ബിനീഷിയേട്ടനും കൂടെ ഹോസ്പിറ്റൽ വരെ പോകുമായിരുന്നേ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലം നിങ്ങളെയും കൂടെ കാണിച്ചു തരാവേ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്. ഇവിടെ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കിന് ഈ കണ്ടത്തിനകത്തുനിന്ന് വെള്ളമെല്ലാം കയറി വഴിയിലെല്ലാം നിറച്ച് വെള്ളമായിരിക്കും. അപ്പോൾ വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. ആ സമയത്ത് ഇവിടെ ഒത്തിരി ആൾക്കാർ കാണാനൊക്കെ വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ ബൈക്കിലായിരുന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഷെയ്ക്കുണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് ഒന്ന് ക്ഷമിച്ചേക്കണേ. വീഡിയോയിൽ കൂടെ കാണുമ്പോൾ എത്ര ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ തൊട്ട് അങ്ങോട്ട് തുടങ്ങുക. നല്ല രസമുണ്ട്. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ, തണൽ മരങ്ങൾ. ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിലെല്ലാം നിറച്ച് പൂക്കളായിരിക്കുമേ. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം ഞാൻ ഇത്രയും ഷെയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് പരിചയമില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ കണ്ടത്തിനകത്തൊക്കെ ഒരു സീസൺ ആകുമ്പോൾ നിറച്ച് ഈ റോസ് കളറിലുള്ള ആമ്പലില്ലേ, അതായിരിക്കുമേ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കും. ഇപ്പോൾ ബിനീഷിയേട്ടൻ എന്നോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോഴത്തേക്കിനും എടുക്കുക കേട്ടോ. വീഡിയോയിൽ വരാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതേ അങ്ങ് ബാക്കിലൊരു വെള്ള കളറിൽ കാണുന്നുണ്ടോ, അതൊരു വീടാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കാണുന്ന ഒരു പള്ളിയാണ്. അത് നമ്മുടെ വീട്ടിലിരുന്നാലും കാണാം. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. നല്ല കാറ്റുണ്ടായിരുന്നേ. ഞങ്ങളതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞ് ആശുപത്രി പോയത്. അപ്പോൾ ഇരിക്കാനായിട്ട് ഇതുപോലെ ബെഞ്ചൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് 2-3 സ്ഥലത്തായിട്ട്. ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ മഴയത്ത് ഇവിടെ എല്ലാം ഈ വഴിയിലെല്ലാം വെള്ളം കയറി കിടക്കുമായിരുന്നു. അന്നേരം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പൂക്കളുടെ സീസൺ ആകുമ്പോൾ ആ നിൽക്കുന്ന മരത്തേലൊക്കെ നല്ല വയലറ്റ് പൂക്കളായിരിക്കുമേ. അപ്പം അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് വൈകുന്നേരം ആയപ്പം ബിനീഷിയേട്ടൻ കപ്പ പറിക്കാൻ പോവുകയാണേ. നാളെ ജോലിക്ക് പോകണം. അപ്പോൾ 2 ദിവസം അവധി എടുത്തിരിക്കുമായിരുന്നേ. അപ്പം 2 ചോട് കപ്പ പറിച്ചുകൊണ്ട് പോകാനായിട്ട് ഞങ്ങൾ പറമ്പിലോട്ട് ഇറങ്ങിയതാട്ടോ. ഇതെല്ലാം ഇവിടുത്തെ അച്ഛൻ്റെ കൃഷിയാണ്. അച്ഛൻ തന്നെ കിളച്ച് തന്നെ നടുന്നതായി ഈ ചേനയും കാച്ചിലും വാഴയും ചേമ്പും എല്ലാം കേട്ടോ. ഈ കാച്ചിലൊക്കെ കയറ്റി വിട്ടിരിക്കുന്നതുണ്ടോ. അവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്. അതിലോട്ട് അങ്ങ് ഇത് പടർന്ന് അങ്ങ് കയറിക്കോളുവേ. ഇന്ന് വൈകുന്നേരം കുമ്പിളുണ്ടാക്കാനായിട്ടുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇല പറിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇവിടായിട്ടൊരു വഷണയിലയുടെ മരം നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇല പറിക്കാൻ പോയ സമയത്ത് ബിനീഷിയേട്ടൻ കപ്പ പറിച്ചു കേട്ടോ. ചെറിയ ചോട് കപ്പയാണ് പറിച്ചത്. അപ്പോൾ അതേ കുറച്ചേ ഉള്ളതുകൊണ്ട് ഒരു ചോട് കൂടെ പറിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ 2 ചോട് കപ്പയൊക്കെ പറിച്ചെടുത്ത്. എന്നോട് എൻ്റെ വീഡിയോ എടുക്കരുതെന്ന് പറയുക കേട്ടോ. നീ ഇതൊക്കെ കൊണ്ടുപോയി നാളെ ബിനീഷിയേട്ടന് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് വെക്കണം.
അപ്പോൾ ഇതേ കുമ്പിളില ഞാൻ പറിച്ചെടുത്തായിരുന്നേ. ഇത് കണ്ടോ നമ്മുടെ പറമ്പിൻ്റെ അറ്റത്ത് നിൽക്കുന്നത് തകരയാണ് ഇത്. ഈ തകര ഞങ്ങൾ ഇടയ്ക്ക് ഇത് പറിച്ച് തോരൻ വെക്കാറുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഈ കുറച്ചൊരു സ്ഥലത്ത് ഒത്തിരി ഇങ്ങനെ ഉണ്ടായി നിൽക്കുവാണ്. ഇതിൻ്റെ ഈ തളിർത്ത ഇലയാണ് പറിച്ച് തോരൻ വെക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.